ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പ്രധാന വീഡിയോയുടെ വിഷയമല്ല, പക്ഷെ നമ്മുടെ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡൽഹി ഇലക്ഷൻ്റെ റിസൾട്ടാണ്. അത് വളരെ നിർണായകമായിട്ട് BJPക്ക് 27 വർഷത്തിന് ശേഷം ഭരണത്തിൽ വരാൻ സാധിച്ചു. വളരെ ആധികാരികമായിട്ട് 70 സീറ്റുകളിൽ 47 സീറ്റ്, അല്ലേ? അതായത് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം നമുക്ക് പറയാം, ബ്രൂട്ടൽ മെജോറിറ്റി. 70 സീറ്റ്സിൻ്റെ പകുതി 35 ആണ്. 35ഉം കഴിഞ്ഞിട്ട് 12 സീറ്റൂടെ അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് BJPക്ക്. അങ്ങനെ BJP ഡൽഹി എന്ന് പറയുന്ന നമ്മളുടെ അസംബ്ലി ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടുകയും അധികാരത്തിൽ വരാൻ പോവുകയും ചെയ്യുകയാണ്. നമ്മളുടെ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു പ്രോസസ്സ്, അതിനകത്തിൽ നമുക്കൊത്തിരി കുറ്റവും കുറവുകളും കണ്ടുപിടിക്കാൻ, കുറ്റവും കുറവുകളും ഉണ്ട്. അതിപ്പോൾ ഏത് സിസ്റ്റം ആയാലും ശരി ഉണ്ടാകും. അമേരിക്ക എന്ന് പറയുന്ന സിസ്റ്റത്തിനുണ്ട്, അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനുണ്ട്, അല്ലേ? ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റത്തിനുണ്ട്, ഫ്രാൻസിൻ്റെ പാർലമെൻ്ററി സിസ്റ്റത്തിനുണ്ട്, ചൈനയുടെ ഏകപക്ഷീയമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിനും കുറ്റങ്ങളും കുറവുകളും, എന്താണ് പറയുക, ലിമിറ്റേഷൻസ് ഉണ്ട്, ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ ആയിട്ടുള്ള പിറ്റ് ഫോൾസ് എല്ലാം ഉണ്ട്. ഏത് സിസ്റ്റവും, ലോകത്തിലെ ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒന്നും പെർഫെക്റ്റ് അല്ല. കാരണം ഹ്യൂമൻ ബീയിങ്സിൻ്റെ വേൾഡിൽ, നമ്മൾ മനുഷ്യരുടെ ലോകത്ത് എന്തു തന്നെ ഉണ്ടായാലും ശരി, മാനുഷികമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒന്നിനും തന്നെ മനുഷ്യനാൽ സാധ്യമായിട്ടുള്ള ഏത് കാര്യവും ഒരിക്കലും പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് ആണ്. അത് ഒരു പ്രത്യേക പരിധിയിൽ വരെ മാത്രമേ നമുക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ സാധ്യമാകത്തുള്ളൂ. അത് പൊളിറ്റിക്സ് ആയാലും ശരി, ഇക്കണോമിക്സ് ആയാലും ശരി, മനുഷ്യൻ്റെ കഴിവുകളായാലും ശരി, മറ്റെന്തു തന്നെയായാലും ശരി, മാനുഷിക ലോകത്ത് നമുക്ക് സാധ്യമാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇംപെർഫെക്റ്റ് ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും പൊളിറ്റിക്കൽ സിസ്റ്റവും ഇക്കണോമിക് സിസ്റ്റവും സോഷ്യൽ സിസ്റ്റം, കൾച്ചറൽ സിസ്റ്റം, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കാരണം നമ്മുടെ പാർലമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, RBI ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, കോടതികൾ ജുഡീഷ്യറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സബ് സിസ്റ്റംസ്, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ ഇതെല്ലാം മാൻമെയ്ഡാണ്, മനുഷ്യനിർമ്മിതമാണ്. ഇതെല്ലാം സിസ്റ്റംസാണ്. ആ സിസ്റ്റംസിൻ്റെ സബ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനുഷ്യനാൽ നിർമ്മിതമാക്കപ്പെട്ടതുകൊണ്ട് അത് പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് ആണ് എവിടെയും. പക്ഷേ ആ ഇംപെർഫെക്ഷനിൽ നിന്നുകൊണ്ട് നമ്മൾ പരമാവധി പിന്നെ അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ കർത്തവ്യം, മനുഷ്യൻ്റെ ഡ്യൂട്ടി, മനുഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, ആ ഒരു ഫിലോസഫിയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. പരിമിതികളല്ല, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. അപ്പം എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഡെമോക്രസി ഇപ്പോഴും ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. മറ്റ് മറ്റ് കാരണം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഈ പറഞ്ഞ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ പറഞ്ഞു ഒരിക്കലും ഇവിടെ ജനാധിപത്യം അധികകാലം വാഴത്തില്ല, തീർച്ചയായിട്ടും ഈ രാജ്യം വളരെ പെട്ടെന്ന് തന്നെ അനാർക്കിയിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഈ സിസ്റ്റംസ് എല്ലാം കൊളാപ്സ് ആകുകയൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷേ എന്നാലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് 75 വർഷത്തിന് മേലെയായിട്ട് ഈ ഒരു സിസ്റ്റം ഈ പറഞ്ഞ പരിമിതികൾ അല്ലെങ്കിൽ പോരായ്മകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ, ഉൾക്കൊണ്ടല്ല, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ 2025 ഈ ഒരു സമയം വരെ നമ്മൾ ഒരു രാജ്യത്ത് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഉണ്ടാക്കപ്പെട്ടുള്ള പാകിസ്ഥാനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരി ഇതിനേക്കാളും വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥകൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വെച്ച് പരിഗണിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, തീർച്ചയായിട്ടും ഇന്ത്യ ഒരു സക്സസ് സ്റ്റോറി തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ നമ്മൾ ഇന്ത്യയുടെ ഡെമോക്രസിയെക്കുറിച്ചും ഇലക്ട്രൽ പൊളിറ്റിക്സിനെ കുറിച്ചും നമ്മൾ പറയുമ്പോൾ അത് ഒരു സംവാട്ട് ഒരു സെർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ, ഒരു പരിധി, നല്ല പരിധി വരെ സക്സസ്ഫുൾ സ്റ്റോറിയാണ്.
അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെയും ഈ ഇലക്ഷൻ, ഡൽഹി ഇലക്ഷൻ അല്ലെങ്കിൽ ഡൽഹി ഇലക്ഷൻ റിസൾട്ട് നമ്മളുടെ മുമ്പിൽ അത് വെളിവാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഏഹ്, നന്മയും തിന്മയും നമ്മൾ പരിഗണിക്കുന്നതിനപ്പുറം ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ഷനിൽ എല്ലാ പാർട്ടികൾക്കും അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഇലക്ഷനിൽ നിൽക്കുവാനും അവർക്ക് വോട്ടുകൾ കരസ്ഥമാക്കുവാനൊക്കെ ഉള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷനിൽ നിൽക്കുന്നു. അപ്പം ജനങ്ങൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നു. ആ കാലഘട്ടം കഴിയുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതാണല്ലോ നമ്മുടെ ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. കാരണം ഒരു പാർട്ടിയെയും സ്ഥിരമായിട്ട് ദീർഘകാലം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, ദീർഘകാലം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നൊരു പീരീഡ് ഇല്ല നമുക്ക്. കുറെ കാലം ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ആ രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾ പിന്തള്ളും, പുറന്തള്ളും. എന്നിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അവരെ അധികാരത്തിൽ കൊണ്ടുവരും. അവർ കുറച്ച് നാൾ ഭരണത്തിലിരിക്കും. അത് കഴിഞ്ഞ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കോ സംവിധാനത്തിനോ ജനങ്ങൾ അവസരം കൊടുക്കും. ഇതാണ് നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ. അതിനാണ് അവർ ഉദ്ദേശിക്കുന്നതല്ല. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളത് അത് സെക്കൻഡറി ആയിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് നമ്മൾ എന്താണ് പറയുന്നത്, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് രേഖപ്പെടുത്താൻ ഉള്ള അവകാശം ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ മാറി വരുന്ന ഇലക്ഷനുകളിൽ, തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഫലപ്രദമാണോ അല്ലയോ എന്നുള്ളത് അടുത്തൊരു ഡിബേറ്റാണ് ശരിക്കും പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഭരണത്തിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ കഴിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെക്കാളിലും കൂടുതൽ മെച്ചമായിട്ടാണോ വരുന്ന രാഷ്ട്രീയ പാർട്ടി, അത് ആര് തന്നെ ആയിക്കോട്ടെ, ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ BJP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം മെച്ചപ്പെട്ട പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളത് മറ്റൊരു ഡിബേറ്റിൻ്റെ വിഷയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിനെ കുറിച്ചും അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന ഡെമോക്രസിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇലക്ഷൻ നടക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, ജനങ്ങളുടെ വോട്ടിംഗ് അവർ രേഖപ്പെടുത്തുന്നുണ്ട്, അവർ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഡൽഹി ഇലക്ഷൻ നടന്നു. കഴിഞ്ഞ 27 വർഷത്തിന് ശേഷം BJPക്ക് ഭൂരിപക്ഷം കിട്ടി, അവർ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും റീസെൻ്റ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷണമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ പറഞ്ഞ പബ്ലിക്കേഷൻസിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ചില പിന്നെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പം ഇവിടെ ഈ പറഞ്ഞ ഒരു ടൈറ്റിലിന് എന്തുകൊണ്ട് ആപ്പ് തോറ്റു, AAP, ആം ആദ്മി പാർട്ടി, ബദൽ രാഷ്ട്രീയ ശൗര്യത്തിൻ്റെ അസ്തമയമോ, ആപ്പിൻ്റെയും പ്രതിപക്ഷ സഖ്യത്തിൻ്റെയും ഭാവി എന്താണ്? അപ്പോൾ ഡൽഹിയുടെ പാഠം ഇതാണ്: സൗജന്യങ്ങൾ വോട്ടർമാരെ ആകർഷിക്കും, പക്ഷേ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, എന്നാൽ വിശ്വാസ തകർച്ച ജനങ്ങളെ അകറ്റും എന്നുള്ളതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഡൽഹിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആം ആദ്മി പാർട്ടിക്ക് വളരെ സ്വീകാര്യതയായിരുന്നു. അപ്പം ജനങ്ങളത്, വോട്ടർമാരും അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് നമുക്ക് പറയുന്ന അവർ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ വളരെ എന്താണ് സ്വീകാര്യതയോടുകൂടി കേജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി അധികാരത്തിൽ അവർ കൊണ്ടുവന്നു. അപ്പോൾ അതൊരു ബദൽ രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ബദൽ രാഷ്ട്രീയമായിരുന്നു. കാരണം അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അല്ലെങ്കിൽ അജണ്ടാസ് വളരെ വ്യത്യസ്തമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ബദൽ രാഷ്ട്രീയമായിരുന്നു, ഒരു ഡിഫറെൻറ്റ് പൊളിറ്റിക്സ് ആയിരുന്നു. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ആം ആദ്മി പാർട്ടി പിറന്ന മണ്ണിൽ എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ ഒറിജിൻ ഡൽഹിയാണ്. അപ്പം അവിടെ ഈ പറഞ്ഞ ഇലക്ഷനോടുകൂടി അത് മൂക്കും കുത്തി വീണു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സൗജന്യങ്ങൾ, എപ്പോഴും സൗജന്യങ്ങൾ, ഫ്രീ ബീസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഫ്രീ കൊടുക്കുക ജനങ്ങൾക്ക്, ഫ്രീ ഫ്രീ ഫ്രീ. അപ്പോൾ അത് ഈ പ്രാവശ്യം ഏറ്റില്ല, ആ ഒരു അജണ്ട ഏറ്റില്ല. കാരണം ജനങ്ങൾക്ക് ഒരു പക്ഷേ തിരിച്ചറിവുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ തിരിച്ചറിവുണ്ടായെങ്കിൽ തന്നെയും
വിജയത്തിലെത്തിയ BJPയും ഒത്തിരി കാര്യങ്ങൾ, ആ, ഒത്തിരി ഫ്രീബീസ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാം, ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കൂട്ടമാണ് വോട്ടേഴ്സ് അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച്. ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾ എക്കാലവും അവരിൽ തന്നെ വിശ്വാസം അർപ്പിക്കണം ഒരു നിർബന്ധമില്ലെന്ന് നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5 വർഷം ഓക്കെ, 10 വർഷം ഫൈൻ, 15 വർഷവും ചിലപ്പോൾ ഓക്കെ. പക്ഷേ അടുത്ത ടേം ഓഫ് ഇലക്ഷനിൽ ജനങ്ങൾ എവർക്കെതിരെ തിരികുകയും അവരെ പിന്നെ ഭരണത്തിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യും. ജനങ്ങൾ തന്നെ വോട്ടേഴ്സ്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സൗജന്യങ്ങളോടുള്ള അഭിനിവേശവും കടപ്പാടും പെട്ടെന്ന് തന്നെ ജനങ്ങൾ മറക്കുകയും അതൊരു അല്പായുസായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. BJPയും പ്രലോഭനങ്ങൾ നൽകുന്നതിലും അല്ലെങ്കിൽ ഈ ഫ്രീ ബീസ് നൽകുന്നതിലും, കാരണം നമുക്കറിയാം BJPയുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. രാജ്യമൊട്ടാകെ അവരേത് രീതിയിലുള്ള തന്ത്രങ്ങളാണ് പയറ്റുന്നത്. ഇപ്പം ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇപ്പം 3-ാമത്തെ ടൈമാണ് മോഡിയുടെ ഭരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായി BJP വളർന്നു കഴിഞ്ഞ ഒരു 10-15 വർഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. കാരണം എന്തുകൊണ്ട് അവർ അധികാരത്തിൽ വരുന്നു എന്നുള്ളത്, ജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ആ രാഷ്ട്രീയ പാർട്ടിക്ക് കൈമുതലാക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ പറ്റിയിട്ടുള്ള റിസോഴ്സിൻ്റെയും കൂടെ ഒരു വിഷയമാണ്. കാരണം നമ്മൾ ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യവസ്ഥകളിൽ ഫങ്ഷൻ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള വരവും തിരോധാനമൊക്കെ അവരുടെ കൈവശം അവർക്ക് കൈമുതലാക്കാൻ സാധിക്കുന്ന റിസോഴ്സ്, മണി റിസോഴ്സ്, മെറ്റീരിയൽ റിസോഴ്സിൻ്റെ ഒക്കെ, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ റിസോഴ്സിൻ്റെയും കൂടെ ഒക്കെ ഒരു വിഷയമാണ് അതല്ല. അപ്പം മോഡിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ BJP അധികാരത്തിൽ വന്ന ഒരു കാലഘട്ടം മുതൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും അവർക്ക് പ്രോസസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള മണി, മെറ്റീരിയൽ റിസോഴ്സും അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ റിസോഴ്സും അത് കുറേ കാലം നിലനിൽക്കും. അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും അതിനും ഒരു അസ്തമയം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ഒന്നും സ്ഥായിയായി നിലനിൽക്കത്തില്ലല്ലോ. സ്ഥായിയായി നിലനിൽക്കാൻ പാടില്ല, അത് രാഷ്ട്രീയത്തിലായാലും ശരി, ഏത് മേഖലയിലായാലും ശരി. അപ്പം നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം BJPയുടെ പിന്നെ കാത്തിരിപ്പ് ഈ ഇലക്ഷനിൽ കൂടി അവർക്ക് രാഷ്ട്രീയ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്, ഡൽഹിയാണല്ലോ നമ്മുടെ രാഷ്ട്രീയ തലസ്ഥാനം എല്ലാ രീതിയിലും തന്നെ. അപ്പോൾ അവിടേക്ക് അധികാരത്തിൽ വരാൻ BJPക്ക് സാധിച്ചു. ആ BJPക്ക് വരാൻ സാധിച്ചു. തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവർ വളരെ പിന്നെ കൃത്യമായിട്ടുള്ള ചുവടുവെപ്പുകൾ നടത്തിയത് കൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷനും കേസുകളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ BJP ഒരു പക്ഷേ മുന്നിൽ ഈ ഒരു ഇലക്ഷൻ അധികാരത്തിൽ വരണമെന്ന് ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കും അവർ ഇതുപോലുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ അവർ തീർച്ചയായിട്ടും പരീക്ഷിച്ചതും അല്ലെങ്കിൽ പ്രവർത്തിച്ചതൊക്കെ. അത് അവർക്ക് തീർച്ചയായിട്ടും ഫലം നൽകി എന്നുള്ളതിനകത്തിൽ BJPയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെയും നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ നമുക്കൊരു പാഠമാക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തുടർച്ചയായിട്ട് 15 വർഷം ഡൽഹി ഭരിച്ച കോൺഗ്രസ് അറിയാമല്ലോ. നമുക്ക് നേരത്തെ കോൺഗ്രസിൻ്റെ കൈകളിലായിരുന്നു ഡൽഹി 15 വർഷത്തോളം. ഷീല ദീക്ഷിത് എന്ന് പറയുന്ന ഒരു വനിതയുടെ നേതൃത്വത്തിൽ ഡൽഹിയുടെ അധികാരം കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ആ കോൺഗ്രസ് ഒരിക്കലും ഒരു രീതിയിലുള്ള പെർഫോമൻസും അവിടെ നടത്തുവാൻ സാധിക്കാതെ വരുന്നത്, അതും നമുക്ക് തീർച്ചയായിട്ടും ഒരു പഠന വിഷയമാണ്. കാരണം അത് ലീഡർഷിപ്പ്, കയ്യിലുള്ള റിസോഴ്സ്, ലീഡർഷിപ്പാണ് പ്രധാനപ്പെട്ടത്. നമുക്കറിയാം തീർച്ചയായിട്ടും ലീഡർഷിപ്പ് വലിയൊരു ഘടകം തന്നെയാണ്. ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ, പിന്നെ റിസോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ റിസോഴ്സിനെ എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം, വിന്യസിക്കണം എന്നൊക്കെ അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തീർച്ചയായിട്ടും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പം 2 രാഷ്ട്രീയ പാർട്ടി എ, പാർട്ടി ബി. പാർട്ടി എയുടെ കയ്യിൽ 100 കോടി രൂപയുണ്ട്, പാർട്ടി ബിയുടെ കയ്യിൽ 50 കോടി രൂപയുണ്ട്. അപ്പം റിസോഴ്സ് നമ്മൾ നോക്കുമ്പം പാർട്ടി എയുടെ കയ്യിലാണ് റിസോഴ്സ് ഉള്ളത്. പക്ഷേ ആ റിസോഴ്സിനെ, മണി റിസോഴ്സാണ് ഞാൻ പറയുന്നത്, പണം, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ്,
ഇത് കാരണം ഈ രാഷ്ട്രീയത്തിൽ ഹ്യൂമൻ റിസോഴ്സും വലിയ പ്രധാന ഘടകമാണല്ലോ തീർച്ചയായിട്ടും അല്ലേ. വോട്ടേഴ്സിനെ നമ്മൾ സ്വാധീനിക്കുക എന്നുള്ളത് ഈ രണ്ട് മൂന്ന് ഘടകങ്ങളെ പ്രത്യേകിച്ച് ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ രണ്ട് റിസോഴ്സും പാർട്ടി എയുടെ കയ്യിൽ കൂടുതലുണ്ട്, പാർട്ടി ബിയുടെ കയ്യിൽ കുറവാണുള്ളത്. പക്ഷേ ഈ പാർട്ടി എയ്ക്ക് അവരുടെ ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിന്റെ അഭാവം കൊണ്ട് ഈ റിസോഴ്സിനെ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം, വിന്യസിക്കണം, അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്ക് അവരുടെ മണി റിസോഴ്സും ഹ്യൂമൻ റിസോഴ്സും കുറവാണ്, പക്ഷേ അവർക്ക് ഇത് എങ്ങനെ എത്രയും ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ അറിയാം എന്ന് ഉള്ളൊരു ലീഡർഷിപ്പ് അവരുടെ കൈകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരുപക്ഷെ പാർട്ടി ബിക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ റിസോഴ്സ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമൊന്നുമില്ല, ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാത്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രശ്നവും ഈ കയ്യിലുള്ള റിസോഴ്സിനെ ഇഫക്റ്റീവായിട്ട് ബെറ്ററായിട്ട് എങ്ങനെ വിനിയോഗിക്കണം എന്നറിയാത്തതിൻ്റെ ഒരു വലിയ വിഷയം കോൺഗ്രസിനെ കുറേ കാലമായിട്ട് വേട്ടയാടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ സീറ്റിൻ്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിനെ സംബന്ധിച്ച് വലിയൊരു വീഴ്ച തന്നെയാണ്. 70 മെമ്പേഴ്സാണ് ഡൽഹി അസംബ്ലിയിലുള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യം 67ഉം 63 സീറ്റ് വളരെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ നിന്നാണ് ഇപ്രാവശ്യം പിന്നെ എത്രയാണ് അവരുടെ സീറ്റുള്ളത്? ഇപ്രാവശ്യം അവർക്ക് കിട്ടിയത് 47 പിന്നെ ബി ജെ പിക്ക് കിട്ടി. 23 സീറ്റ് മാത്രമേ ആം ആദ്മി പാർട്ടി കിട്ടിയിട്ടുള്ളൂ. 47, 23 കോൺഗ്രസിനൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പം വലിയൊരു വീഴ്ചയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പിന്നെ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഒരു അവസ്ഥ, അപ്പം പഞ്ചാബിൽ ദേശീയ പാർട്ടി പദവിയിലൊക്കെ വളർന്നത് ഇപ്പോൾ അധികാരം നഷ്ടപ്പെടുന്നത് സീറ്റ് എണ്ണം 2 ഡസനായി ചുരുങ്ങിയിരിക്കും. അപ്പം രാഷ്ട്രീയത്തിലൊന്നും അസംഭവമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിലും ഡെമോക്രസിയിലും ഒന്നും നമുക്കൊന്നിനെയും സ്ഥിരമായിട്ട് സ്ഥായിയായി കാണാൻ സാധിക്കത്തില്ല. കാരണം ഏത് സമയത്ത് പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന സമയത്താണല്ലോ ഇതിൻ്റെ വേർഡിക്റ്റ്, രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള വേർഡിക്റ്റ് ജനങ്ങൾ പിന്നെ ഡിക്ലെയർ ചെയ്യുന്നത് രാഷ്ട്രീയ ഇലക്ഷൻ സമയത്താണ്. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റിലവൻസും അല്ലെങ്കിൽ ഇറിലവൻസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇനിയും, കാരണം ഡൽഹി സെൻട്രൽ പോയിന്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു എപ്പിക് സെന്റർ ആയതുകൊണ്ട് അവിടെയുള്ള പതനം ഇനിയും ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് മറ്റ് ഇന്ത്യയുടെ ഇപ്പം പഞ്ചാബ്, ഗോവ, ഗുജറാത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ അല്പസ്വല്പം പ്രസൻസ് അവരുടെ ഉണ്ടാകും. അപ്പം ഈ മറ്റുള്ള സ്ഥലങ്ങൾ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇനി അവർക്ക് എത്രത്തോളം ഈ ഒരു അവരുടെ റിലവൻസ് നിലനിർത്താൻ സാധിക്കുമെന്നുള്ളത് വളരെ സംശയത്തോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ബി ജെ പിയുടെ പ്രൈം കാൻഡിഡേറ്റുള്ള നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കെതിരെ ഒരു ബദൽ ആയിട്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്കെതിരെ, വളരെ ശക്തമായി നിലനിൽക്കുന്ന ബി ജെ പിക്കെതിരെ ഒരു ബദൽ സംവിധാനം, ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്താനുള്ള കപ്പാസിറ്റി കോൺഗ്രസിനേക്കാളും കൂടുതൽ ആം ആദ്മി പാർട്ടി കാണുന്നുള്ളൊരു പിന്നെ ഒരു നറേറ്റീവ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആം ആദ്മി പാർട്ടിക്കാണ് ഇപ്പോൾ ഈ വലിയൊരു പതനം അല്ലെങ്കിൽ ഒരു തകർച്ച സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് കാണേണ്ടി വരും. ബി ജെ പിയെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയിൽ കൂടെയും അല്ലെങ്കിൽ തന്ത്രങ്ങളിൽ കൂടെയും ചുവടുവെപ്പുകൾ കൂടെയൊക്കെയാണ് അവർ ഈ ഒരു ഇലക്ഷനെ നേരിട്ടതും. ഈ പറഞ്ഞ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കഴിഞ്ഞ 27 വർഷത്തിന് ശേഷം അവർക്ക് ഡൽഹിയുടെ അധികാരത്തിലേക്ക് വരാൻ സാധിച്ചതുകൊണ്ടല്ല. അപ്പോൾ അഴിമതി ആണ് പ്രധാന പ്രശ്നം. അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ അവിടെ വൻതോതിലുള്ള അഴിമതി നടക്കുന്നു. അപ്പം അത് ഡൽഹി മോഡിയുടെ ഗവൺമെൻറ് അവർക്കെതിരെ നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും കേസും അതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെയും അതുപോലെ തന്നെ ആപ്പിനെ മൊത്തമായിട്ട്, കാരണം ബി ജെ പിക്ക് ഒരു ത്രെട്ടായിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരെ നിലംപരിശാക്കുക, പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളൊരു തന്ത്രം ബി ജെ പിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ ഡൽഹിയിൽ ബി ജെ പി വളരെ കിണഞ്ഞു ശ്രമിച്ച്, അല്ലെങ്കിൽ വളരെയധികം പരിശ്രമം നടത്തുക പറഞ്ഞാൽ ഈ
ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷന്റെ അനൗൺസ്മെന്റും പോസ്റ്റർ ഒട്ടിക്കുകയും അല്ലെങ്കിൽ കൊടി തോരണങ്ങൾ കെട്ടുകയും മാത്രമല്ലല്ലോ ഈ ഇലക്ഷനെ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയെ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതൊക്കെ തന്നെ ഏറ്റവും താണ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിലും മേൽത്തട്ടിൽ നടക്കുന്ന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ചുവടുവെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹിയിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അവര് ഈ പറഞ്ഞ ലീഗലായിട്ടുള്ള അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിച്ച്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ CBI, ഇൻകം ടാക്സ്, ED, ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിച്ച് ടോപ്പ് ലെവലിലുള്ള ലീഡേഴ്സിനെ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയാണ് ശരി, അധികാരത്തിലേക്ക് ഏത് പാർട്ടിയും ശ്രമിക്കുന്നത് അങ്ങനെയാണ്. അല്ല താഴെത്തട്ട് ഇലക്ഷൻ വരുമ്പോൾ കുറെ പൈസ ചിലവാക്കി പോസ്റ്റർ ഒട്ടിച്ച് അല്ലെങ്കിൽ തോരണം കെട്ടി കൊടി കെട്ടി കുറെ അനൗൺസ്മെന്റ് നടത്തിയിട്ട് അല്ലെങ്കിൽ കാശ് കൊടുത്ത് കുറെ വോട്ട് മേടിച്ചിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ നിലംപരിശാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം ഈ ഫൈറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള യുദ്ധങ്ങൾ നടക്കുന്ന പറഞ്ഞാൽ ഏറ്റവും മേൽത്തട്ടിൽ മുതലാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. എന്നാൽ മാത്രമേ ഒരു ബദൽ രാഷ്ട്രീയ സംവിധാനത്തിനെ അല്ലെങ്കിൽ ബദൽ രാഷ്ട്രീയ സംവിധാനം മുൻപോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് തീർച്ചയായിട്ടും ഫീൽഡിൽ നിന്നും തോൽപ്പിക്കുവാനോ നിലംപരിശാക്കുവാനോ അല്ലെങ്കിൽ തൂത്തുവാരി എറിയാനോ സാധിക്കത്തുള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ആയാലും ശരി. അപ്പോൾ അവർ മേൽത്തട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ പരിശ്രമങ്ങൾ തുടങ്ങിയത്. ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ 1.5 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷമോ കഴിഞ്ഞോ, 1 മുതൽ 2 വർഷം മുമ്പായിട്ട് അവർ നടത്തുന്ന BJP നടത്തുന്ന ഏറ്റവും വലിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു ഇലക്ഷനിലെ BJPയുടെ വിജയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള കണിശമായിട്ടുള്ള നീക്കങ്ങൾ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല, ഇത് രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളാണ് അവിടെ നമുക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അപ്പൊ ചില പാളിച്ചകളുടെ പഴുതിലൂടെ വലിയൊരു തള്ളിക്കയറ്റം തന്നെ നടത്താൻ BJPക്ക് സാധിച്ചു. സാധാരണക്കാരുടെ രാഷ്ട്രീയവും രോഷവും സങ്കടവും ഒരുപോലെ പങ്കുവെച്ച് കുറ്റിച്ചൊരു ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിനെയും BJP ഇടത്തരക്കാരന്റെ മനസ്സിൽ നിന്ന് പുറന്തള്ളിയാണ് ആ പതിക. നമുക്കറിയാം, അതെല്ലാം ഹിസ്റ്ററിയാണ് അതെല്ലാം. കാരണം സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന, സാധാരണക്കാരന് വേണ്ടി എന്ന് പിന്നെ മുദ്രാവാക്യം വിളിച്ച് BJP വളരെ ശക്തരായിട്ടുള്ള BJPയെയും കോൺഗ്രസിനെയും ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ തുടച്ചു മാറ്റിയിട്ടാണ് ആപ്പ് ഡൽഹിയുടെ അധികാര കസേരയിൽ വന്നെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡൽഹിയിൽ കോൺഗ്രസിനെ വട്ടപൂജ്യം ആക്കിയ BJP വെറും 3 സീറ്റിലേക്കുമാണ് ഈ ആക്കിയിട്ടുള്ളത്. നമ്മൾ 63, 67 എന്നൊക്കെ പറഞ്ഞു നമ്മൾ നേരത്തെയുള്ള ഇലക്ഷൻ പറഞ്ഞത്. മൊത്തം 7 സീറ്റുകളിൽ വളരെ മൃഗീയമായിട്ടുള്ള, മൃഗീയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 63, 7 അല്ലെങ്കിൽ 67, 3 എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ടോട്ടൽ സീറ്റ് ആം ആദ്മി പാർട്ടിക്കായിരുന്നു. കോൺഗ്രസിന് അവിടെ ഒന്ന് തൊട്ടു നക്കാൻ പോലും സീറ്റുകൾ കിട്ടില്ല. BJPക്ക് അത്രയെങ്കിലും സീറ്റുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനൊരു അവസ്ഥയിൽ നിന്നാണ് ഈ പ്രാവശ്യം ഇത്രയും വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആം ആദ്മി പാർട്ടി മൂക്ക് കുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കോൺഗ്രസിന്റെ കാര്യം തദൈവ എന്ന് നമുക്കറിയായിരുന്നു. കാരണം കാര്യമാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പറയത്തക്ക ഇതിലുള്ള നോട്ടീസബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ശരിക്കുള്ള ഒരു കോമ്പറ്റീഷൻ BJPയും ആം ആദ്മി പാർട്ടിയും തന്നെ ആയിരുന്നു. അപ്പം BJPക്ക് അവസരം നൽകിയത് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം കൊടുത്ത ഗവൺമെന്റിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ തന്നെയാണ്. മദ്യനയത്തിലെ അഴിമതി നമ്മളെല്ലാം കേട്ടതാണ്. അപ്പം അതിനകത്തിൽ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആർഭാട വസതിയിൽ കോടികളുടെ ദുർവ്യയം നടന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെയുള്ള ശക്തമായ പ്രചാരണം BJPക്ക് അത് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും BJPയുടെ ഈ തിരിച്ചുവരവിന് ഏറ്റവും കാരണമായി മാറിയിട്ടുള്ളത്. മദ്യക്കുപ്പി ഒന്ന് വാങ്ങിയാൽ മറ്റൊന്ന് ഫ്രീ കൊടുത്ത ചരിത്രവും മുഖ്യമന്ത്രിയുടെ ആഡംബര വസതി തന്നെയാണ്. അപ്പം ഇതൊക്കെ അവർക്ക് കൂടുതൽ പ്രചരണത്തിനുള്ള ആയുധമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ, ED, CBI അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ കേജ്രിവാളിനെയും അതുപോലെ പ്രധാനപ്പെട്ട മനീഷ് സിസോഡിയ ഇതുപോലുള്ള നേതാക്കൾക്കെതിരെയൊക്കെ ഇല്ലേ പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്ന ലാഘവത്തോടെ കൊത്തിയെടുത്തു. അപ്പം ഇതൊക്കെ കൂടുതൽ ജനങ്ങളിൽ സംശയം ഉളവാക്കുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ വോട്ടേഴ്സിനെ ആം ആദ്മി പാർട്ടിയിൽ നിന്നും മാറ്റി BJPക്ക് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാക്കി എടുക്കുന്നതിലൊക്കെ അതിന് സഹായിച്ചു. അപ്പൊ ഇത് ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികാരമാണെന്ന് പറയുന്നവരും അതുപോലെ തന്നെ
അഴിമതി ചോദ്യം ചെയ്യാൻ ബി ജെ പിക്ക് എന്താണ് അധികാരം, അർഹത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത് പൊളിറ്റിക്സിന്റെ ഒക്കെ മറ്റൊരു ഭാഗമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമൊന്നുമില്ല. നമുക്കറിയാം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഒന്നിൽ നിന്നും മറ്റൊന്ന് വ്യത്യസ്തമല്ല. കാരണം അധികാരത്തിൽ വന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കാണിക്കുന്ന പ്രവൃത്തികളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ മോറോർലെസ് ഏറെക്കുറെ ഒന്ന് തന്നെ തന്നെയാണ്. കാരണം അഴിമതി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതാക്കളും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അധികാരമുള്ളവൻ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ തന്നെ കേന്ദ്രത്തിൽ വളരെ ശക്തമായ അധികാരമുള്ള ബി ജെ പി. അപ്പം അവർക്ക് രാജ്യമൊട്ടാകെ അല്ലെങ്കിൽ രാഷ്ട്രമൊട്ടാകെ മറ്റ് അവർക്ക് താഴെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അവർ പിന്നെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നമ്മുടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, നമ്മുടെ ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അവരുടെ കയ്യിൽ ക്രമാതീതമായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ചുള്ള ക്രമാതീതമായിട്ടുള്ള വിഭവങ്ങളുണ്ട്. മണി റിസോഴ്സും ഹ്യൂമൻ റിസോഴ്സും അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ടെക്നോളജിക്കൽ റിസോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അവരുടെ വരുതിയിൽ നിർത്താനും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ അവർക്ക് തീർച്ചയായിട്ടും നിയന്ത്രിക്കാനും ഒക്കെ തന്നെ സാധിക്കും എന്നുള്ളൊരു നേർക്കാഴ്ചയോടെ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കും. അപ്പം മുഖ്യമന്ത്രിയെ മാറ്റി അവിടെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ആ പ്രതിച്ഛായ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. സൗജന്യങ്ങളുടെ കൂമ്പാരമായിരുന്നു വീണ്ടും അവർ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതൊന്നും ഒരിക്കലും വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ ഉപകാര സ്മരണയൊന്നും വോട്ടർമാരിൽ വോട്ടേഴ്സിന്റെ ലോയൽറ്റി ഒന്നും നേടിയെടുക്കുവാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചില്ല. കറപ്ഷൻ തന്നെയാണ് ജനങ്ങളെ ആം ആദ്മി പാർട്ടിയിൽ നിന്നും പിന്തിരിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പ്രലോഭനങ്ങൾക്കെതിരെ ബി ജെ പി ആം ആദ്മിയുടെ കേജ്രിവാളിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ പ്രചാരണ സമയത്ത് ആയുധങ്ങളാക്കി മാറ്റിയെങ്കിലും ബി ജെ പിയും ഈ പറഞ്ഞ സൗജന്യങ്ങളുടെ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വോട്ടർമാരെ ആദായ നികുതിയിലടക്കം പുതിയൊരു കൂട്ടം സൗജന്യ മോഹങ്ങളിൽ വീഴുകയും ചെയ്തു. ഇപ്പം വന്ന ബജറ്റിനകത്തിൽ ഒരുപക്ഷെ ആ ബജറ്റിനകത്ത് നമുക്കറിയാം ഈ ഇപ്പോൾ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിനെ ഫേവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇൻകം ടാക്സിന്റെ കാര്യത്തിലൊക്കെ തന്നെ. അപ്പോൾ ഒരുപക്ഷെ ഈ ഡൽഹി എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, ബജറ്റിന് മുമ്പായിരുന്നു ഡൽഹി ഇലക്ഷൻ, അതിന് ശേഷമാണെന്ന് എനിക്കറിയില്ല. ഐ എം സോറി. ഒരുപക്ഷെ അതെല്ലാം ജനങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ മൈൻഡ് സെറ്റിനെ അത് ബാധിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കോൺഗ്രസും ആപ്പും തമ്മിലുള്ള അവരുടെ ഈ ബി ജെ പിക്കെതിരെയുള്ള ബദൽ സംവിധാനം ഉണ്ടായിരുന്നല്ലോ ലോക്സഭാ ഇലക്ഷന് മുമ്പായി. ഇന്ത്യ മുന്നണിയോ അങ്ങനെയാണ് പറയുന്നത്. അപ്പം കേജ്രിവാളിനെ സംബന്ധിച്ച് ഈ വെരി ഇന്റലിജന്റ് കണ്ണിങ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. കാരണം പുള്ളി വളരെയധികം ഇന്ത്യയുടെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ഐ ഐ ടിയുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ബുദ്ധി ഒട്ടും കുറവില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം രാഷ്ട്രീയത്തിലാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബുദ്ധി ഒട്ടും കുറവില്ലാത്തൊരു രാഷ്ട്രീയക്കാരനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ബി ജെ പി ഭയപ്പാടുണ്ടാക്കിയ നേതാവാണ് ഈ പറഞ്ഞ. കാരണം അദ്ദേഹത്തിന്റെ സ്വീകാര്യത രാജ്യത്ത് പലയിടങ്ങളിലും വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ആപ്പിന്റെ പ്രസൻസ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും അരവിന്ദ് കെജ്രിവാൾ ഒരു ടോക്ക് ഓഫ് ദി ടൗൺ ആയിരുന്നു എപ്പോഴും നടന്നത്. കാരണം രാജ്യം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തി, രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിശ്വാസ തകർച്ചയാണ് നമുക്ക് പറയാം. തീർച്ചയായിട്ടും അത് വോട്ടേഴ്സ് അതിനെ എങ്ങനെ പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ നമ്മുടെ ഇലക്ഷന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. കോൺഗ്രസ് ആ ബന്ധം ബി ജെ പിയുടെ ഒന്നിനു പുറകെ ഒരു തള്ളായി മാറുകയും ചെയ്തു. കാരണം അവർ തമ്മിൽ ഉള്ള ഒരു ഡിസ്ട്രസ്റ്റ് ഒക്കെ നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ആപ്പിനെ വിശ്വസിക്കുന്ന കോൺഗ്രസും എപ്പോഴും അവർ, കാരണം ബി ജെ പിക്കെതിരെയുള്ള ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിൽ തന്നെയും അവിടെ കൃത്യമായിട്ടുള്ളൊരു മ്യൂച്വൽ ട്രസ്റ്റിന്റെ ഒക്കെ അഭാവം ഈ പാർട്ടികൾ തമ്മിലുണ്ടല്ലോ എപ്പോഴും തമ്മിലുള്ളത്. അപ്പം അത് ഡൽഹി ഇലക്ഷനിലും അത് റിഫ്ലക്റ്റ് ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു പഠിപ്പിച്ച് ഡൽഹിയിൽ ഇരുവരും തോളത്ത് കൈയിടുന്നാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് നേരത്തെ വോട്ടർമാർ കണ്ടത്. അതൊക്കെ വോട്ടർമാരുടെ മനസ്സിലുണ്ട്.
കാരണം വോട്ടേഴ്സിനെ ദീർഘകാലം അവർക്ക് ചീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. വളരെ കുറച്ചു കാലം അവർക്ക് ഏഹ്, കുറച്ചു കാലം രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ടേഴ്സിനെ ചീറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് ചതിക്കാൻ സാധിക്കും. പക്ഷേ ദീർഘകാലം വോട്ടേഴ്സിനെ ചതിക്കാൻ സാധിക്കത്തില്ല. അപ്പം ഇതിനിടയിൽ ഉള്ള നിലപാടിൻ്റെ വിഷയം തന്നെയാണ് ഇരു പാർട്ടികൾക്കും നഷ്ടപ്പെട്ടു പോയത്. കാരണം വോട്ടേഴ്സിന് എപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു ഈ കോൺഗ്രസും ആപ്പും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം അത് നമ്മൾ ലോക്സഭാ ഇലക്ഷൻ മുതൽ ഇന്ത്യ മുന്നണിയുടെ ഫോർമേഷൻ മുതൽ നമ്മൾ ഇങ്ങോട്ട് കണ്ടാണ്. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു അവരുടെ നിലപാടുകൾ വോട്ടേഴ്സിനെ അവർക്ക് അനുകൂലമായിട്ട് സ്വാധീനിച്ചെടുക്കാൻ അല്ലെങ്കിൽ സാധിച്ചതുമില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഡൽഹി ഇലക്ഷനിൽ കണ്ട ചില യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ BJPക്ക് അല്ല ആപ്പിനായിരുന്നു ഡൽഹിയിൽ വീണ്ടും ഇങ്ങനെ ഒരു വിജയ സാധ്യത എങ്കിൽ അത് BJPയുടെ ഇനി വരുന്ന പല സംസ്ഥാനങ്ങളിലും ഉള്ള ഇലക്ടറൽ പ്രോസ്പെക്റ്റിനെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യത. ഗുജറാത്ത്, ഗോവ ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബ്, ആം ആദ്മി പാർട്ടിയുടെ പ്രസൻസ്, നമുക്കറിയാം സാന്നിധ്യം, അവർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിക്കാനുള്ള സാധ്യത ഒരുപക്ഷെ ഈ പ്രാവശ്യം ആം ആദ്മി പാർട്ടി വിജയിച്ചിരുന്നെങ്കിൽ ഉണ്ടാകാൻ ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നത്. അപ്പോൾ ബി ജെ പിക്ക് ഇവിടെ ടെനി കോസ്റ്റ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഇലക്ഷനിൽ അവർക്ക് വിജയിച്ചേ മതിയാകൂ എന്നുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു. അത് അവർ നേടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അപ്പൊ ഇനി അങ്ങോട്ട് പ്രതിപക്ഷത്തിന്റെയും ആപ്പിന്റെയും ഭാവി എന്നതാണ്. പ്രതിപക്ഷത്ത് എന്തായാലും ആപ്പ് തന്നെ ആയിരിക്കും, കോൺഗ്രസിന് യാതൊരു സാന്നിധ്യമില്ല. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നമുക്കറിയാം അവർക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിച്ചില്ല. ഒറ്റയ്ക്ക് അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു വിശ്വാസത്തിലും അല്ലെങ്കിൽ സന്തോഷത്തിലൊക്കെ നിൽക്കുകയായിരുന്നു കോൺഗ്രസും ഇന്ത്യ കൂട്ടായ്മയും. അപ്പോൾ അവർക്ക് കിട്ടിയൊരു ഫ്രഷ് അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് ഹിറ്റാണ് ഇപ്പോൾ ഡൽഹിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതോടുകൂടി മങ്ങിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കും ആദ്യം മുതൽ വീണ്ടും തുടങ്ങണം മറ്റേതെങ്കിലും സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ ഇനിയും വരുന്ന പ്രധാനപ്പെട്ട ഇലക്ഷനുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോൺഗ്രസ്സിൽ ഉള്ള വിശ്വാസം മറ്റ് പാർട്ടികൾക്കും നഷ്ടപ്പെടാനുള്ള സാധ്യത. കാരണം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒറ്റ സീറ്റ് പോലും അവർക്ക് നേടാൻ സാധിച്ചില്ല എന്നുള്ള വലിയൊരു ഹിറ്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പോൾ കോൺഗ്രസിനുള്ള വിശ്വാസം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടപ്പെടാൻ ഇത് വഴിതെളിക്കുമെന്ന് ഉള്ളതിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അപ്പം ഇനിയും ഹരിയാന, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഡൽഹി, അപ്പോൾ ഇവിടെ എല്ലാം തന്നെ പ്രതിപക്ഷത്തിന് കൈവിട്ടു പോയൊരവസ്ഥയാണ്. അവിടെ എല്ലാം BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള നേട്ടങ്ങൾ കോൺഗ്രസിനെ ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യത. ആപ്പിന്റെ തോൽവി ഓക്കെ, കാരണം ആപ്പ് ഇപ്പോഴും നമുക്ക് അറിയാം പാൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ അവർക്ക് സാന്നിധ്യമൊന്നുമില്ല. കാരണം കോൺഗ്രസ് ആണല്ലോ ഇപ്പോഴും BJPയുടെ നാഷണൽ ലെവലിൽ, ദേശീയ തലത്തിലൊരു ബദൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തലത്തിലേക്ക് ഇപ്പോഴും നിലനിൽക്കുന്ന കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിന്റെ ഡൽഹിയിലുള്ള ഈ പറയുന്ന നാണം കെട്ട തോൽവി അവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ അവരിലുള്ള വിശ്വാസം, അവരുടെ അവരുടെ എന്താണ് പറയുന്നത്, കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും കാരണമാകും. കോൺഗ്രസിനാണ് പഴി കേൾക്കേണ്ടി വരുന്നതെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. കോൺഗ്രസ് ഇതര പ്രതിപക്ഷ മുന്നണിയെ എന്ന ആശയം ഉച്ചത്തിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം ഇനി കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാവി അവതാളത്തിലാകും എന്നുള്ള കാര്യത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കാൻ തുടങ്ങും. ഇന്ത്യ കൂട്ടായ്മയുടെ ഭാവി തന്നെ എന്താകും എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ. ആപ്പിനെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒത്തൊരുമിപ്പിച്ച് കോൺഗ്രസിന് പകരം, കോൺഗ്രസിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് ആം ആദ്മി പാർട്ടിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒത്തൊരുമിപ്പിച്ച് നിർത്തി ഇന്ത്യ മുന്നണിയെ ശക്തമാക്കാനും ഇനിയും വരുന്ന ഇലക്ഷനിൽ BJPക്കെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു ബദൽ സംവിധാനമായിട്ട് നിർത്താനും സാധിക്കുമോ എന്നുള്ളത്, ഈ ഡൽഹിയിലുള്ള അവരുടെ തോൽവി ഇനിയും ആ ഒരു ഭാവി അത് അനിശ്ചിതത്തിലേക്ക് ആയിരിക്കുമോ എന്ന് നമുക്ക് ഇനിയും കാത്തിരുന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഇനിയും കേജ്രിവാളിനെതിരെ മോഡിയുടെ ഗവൺമെന്റ് അന്വേഷണ ഏജൻസികളെ എങ്ങനെയായിരിക്കും ഉപയോഗിക്കാൻ
പോകുന്നത്. കാരണം അവർക്ക് ഡൽഹി അസംബ്ലിയിലും ഭരണം കിട്ടി, കേന്ദ്രത്തിലും മോഡിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ നിൽക്കുകയാണ്. അപ്പം ഇനിയും കേജ്രിവാളിനെതിരെയും മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെയും മോഡി നിയന്ത്രിക്കുന്ന അന്വേഷണ ഏജൻസികൾ എങ്ങനെയായിരിക്കും അവർ കരുക്കൾ നീക്കാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പം ഇതാണ് നമ്മൾ ഇപ്പോൾ ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട നമുക്ക് കാണാൻ കഴിയുന്ന ചില നേർക്കാഴ്ചകൾ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും കാത്തിരുന്ന് കാണാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ എല്ലാവർക്കും ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ.